അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പയർ തോരൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുക്കർ എടുത്തു, അതിലോട്ട് 1 കപ്പ് പയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പയർ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം, 3-4 വെള്ളം വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പയറിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ചേർക്കുക, വെള്ളം കൂടുതൽ ചേർക്കാതിരിക്കണം. ഇനി നമുക്കിത് കുക്കർ അടച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒറ്റ ഫിസിൽ അടിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ തേങ്ങ തിരുകിയത് 1.5 കപ്പ്, അതിൽ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം, 3 അല്ലി വെളുത്തുള്ളി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പയർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പയറിലെ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കയ്യിൽ വറ്റൽമുളക് ഉള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് ആദ്യം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ നമ്മൾ വെള്ളം ഒഴിച്ചു അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് വറ്റി നന്നായി ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പുമായിട്ട് ഈ പയർ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വളരെ സ്ലോയിൽ ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ പയർ ഉടഞ്ഞു പോകും. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നും അടച്ചൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ പയർ തോരൻ നല്ല ഡ്രൈ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.